ഇവരെല്ലാം ഉത്തമരായ കമ്മ്യൂണിസ്റ്റായി. ഇപ്പോൾ കോൺഗ്രസിന് ജി സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, കുഞ്ഞികൃഷ്ണൻ ഉത്തമനും മഹാനുമായ കമ്മ്യൂണിസ്റ്റ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്. അതിനുശേഷം ഇപ്പോൾ ടി കെ ഗോവിന്ദനെ കുറിച്ച് ഏറ്റവും 6 പതിറ്റാണ്ടിന്റെ കാലത്തിന്റെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. ഒരു കമ്മ്യൂണിസ്റ്റ് CPM-ലെ ഒരു പ്രവർത്തകനോ ഒരു നേതാവോ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു കോൺഗ്രസ്സുകാരന് ബോധ്യപ്പെടാൻ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നുകിൽ കാലത്തിന്റെ യവനികയ്ക്കുള്ളിലേക്ക് പറയണം, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരണം. ഒന്നുകിൽ കാലൻ വന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ സമയത്ത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആവും, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിളിക്കണം. ആ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. എത്ര മുദ്രാവാക്യങ്ങൾ കേട്ടതാ. ഈ ഗൗരിയമ്മയെ ആദ്യം വിളിച്ച വാക്കെന്താ? എന്തായിരുന്നു ആദ്യത്തെ മുദ്രാവാക്യം? ഗൗരി ചോത്തി പെണ്ണല്ലേ, പുല്ല് പറിക്കാൻ പൊക്കൂടെ എന്ന് വിളിച്ചത് ആരാ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതേ ഗൗരിയമ്മയെ പാർട്ടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ പറയുന്നു പോരാളിയായ ഗൗരിയമ്മ എന്ന് പറയുന്നു. AKGയെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലൻ എന്താ പോവാത്ത എന്ന് ചോദിക്കുന്ന പാർട്ടി AKGയുടെ മരണശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്ര ചാർത്തി കൊടുക്കുക. ഇത് തന്നെയല്ലേ VS-ന്റെ കാര്യത്തിലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിയിലെ നേതാക്കളെ അധിക്ഷേപിക്കുകയും അതിനുശേഷം പിന്നീട് ഒന്നുകിൽ കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വരുമ്പോൾ. ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. മധുസൂദനൻ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പിരിച്ച കണക്കിൽ ബോധ്യപ്പെടാത്ത കുഞ്ഞികൃഷ്ണൻ പോയി ചേർന്നിരിക്കുന്നത് 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്നതിന്റെ പേരിൽ പൊതുപണം പിരിച്ച് അവിടെ ഒരു വീട് പോലും തറക്കല്ല് പോലും ഇടാതെ അടിസ്ഥാനമായിട്ട് അവിടുത്തെ അടിസ്ഥാനം പോലും ഏത് വീടിന് തറക്കല്ലിട്ടു? അവിടെ ഒരു ശിലാപലക കൊണ്ടുവച്ചു. ഇപ്പൊ ആ ശിലാപലകവും കാണാനില്ല ആ സ്ഥലത്ത്. അവിടെ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ ആ ആപ്പ് നിർമ്മിക്കുന്ന പറഞ്ഞ ആപ്പും കാണാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പാർട്ടിയുടെ പിന്തുണയാണ് സ്വീകരിക്കുന്നത്. അതിൽ വൈരുദ്ധ്യമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചത്? ടി കെ ഗോവിന്ദന്റെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആരുടെ പിന്തുണയാണ് കിട്ടുന്നത്? വലതുപക്ഷത്തിന്റെ പിന്തുണയാണ്. എങ്ങനെയാണ് ഈ വലതുപക്ഷത്തെ കുഞ്ഞികൃഷ്ണന് പിന്തുണയ്ക്കാൻ പറ്റുക? കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? പ്രതിലോമ ശക്തികളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞവരുടെ പിന്തുണ സ്വീകരിക്കാൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്ക് പറ്റുക? ഇതേ കാര്യം തന്നെയാണ് ആലപ്പുഴയിലും സംഭവിച്ചത്. 7 തവണ MLA ആയതിനു ശേഷം പിന്നീട് വീണ്ടും മത്സരിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമല്ലേ അവിടെ? അതല്ലെങ്കിൽ പിന്നീട് എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നത്? സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ജി സുധാകരൻ അതിന് മറുപടി പറയേണ്ടി വരില്ലേ? അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി ഒരണുപോലും യോജിക്കാത്ത പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? അത് ഗോവിന്ദ മാഷിന് മാത്രം, അത് ടി കെ ഗോവിന്ദന് മാത്രമല്ല ഉള്ളത്, അത് കുഞ്ഞികൃഷ്ണനുണ്ട്, അത് ജി സുധാകരനുണ്ട് എന്നുള്ളതാണ് എന്റെ പക്ഷം.